ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് സിലിക്കിക്ക് വന്നു കേട്ടോ. അതായത് റെസ്റ്റ് എടുക്കാൻ. അവിടെ എക്സസൈസിലേക്കൊന്നുമില്ല, ഇവിടെ വന്നാൽ ഒന്നും കൂടി മെച്ചപ്പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പണ്ട് കാലത്ത് വന്ന പോലെ ഇപ്പോഴത്തെ സ്ഥിതി കേട്ടോ. ആദ്യമൊക്കെ വരുമ്പോൾ വെച്ചാൽ ഇവിടെയൊക്കെ പാർക്കേജ് നല്ല ഫുള്ളായിരുന്നു. അപ്പോൾ പാർക്കേജൊക്കെ ഈച്ചനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ആ പാർക്കേജും ഞാൻ കാണിച്ചു തരാം, സിൽക്കിങ് കാണിച്ചു തരാം, പിന്നെ കുറച്ച് പുറം ലോകം കാണിച്ചു കേട്ടോ. അവിടുത്തെ പാർക്കും കാര്യങ്ങളൊക്കെ. ഇവിടെ സരോവർ പാർക്ക് എടുത്തില്ല, പക്ഷേ ഞാൻ അങ്ങോട്ട് പോകണില്ല. ഞാൻ അതിൻ്റെ എടുത്ത് നിന്ന് കണ്ട് നിങ്ങൾക്ക് കുറച്ച് വീട് എടുത്തില്ല. ഞാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല, ഫാമിലിയൊക്കെ വേണ്ടേ. വെറുതെ ഒറ്റയ്ക്ക് പോയി വീട്ടിലൊരു കോലം കിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോക്ക് ആദ്യം പോകണമെന്ന് ചെയ്യാൻ കേട്ടോ. ആദ്യം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ലൈക്ക് അടിക്കാം, പിന്നെ തൊട്ടത് ബെല്ലേക്കില്ലേ അതുകൂടി അമർത്തിക്കോളേ. ഓക്കെ, പിന്നെ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ കമൻറ്റിൽ അയക്കോളേ. ഒന്നും കമൻറ്റിൽ അടിക്കാൻ ഉണ്ടാവില്ല, പോരാമല്ലോ ഒക്കെ ഓക്കെയാണ് കാരണം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ആദ്യം ഞങ്ങൾ പാർക്കേജ് കാണിച്ചു തരാം. ഹായ് ഗേസ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കേട്ടോ. അപ്പോൾ കോഴിക്കോട് എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിൽക്കിക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ പുറം കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ പുറം കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യട്ടോ. അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്ന ഇവിടുത്തെ ഒരു ഫ്ലാറ്റാണ്, അതായത് സിൽക്കിൻ്റെ ഒരു തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റാണ് കാണിക്കാൻ പോകട്ടോ. അപ്പം നമ്മൾ ആദ്യം കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ കാണാണ് ഫ്ലാറ്റ് കേട്ടോ, പമ്പിന് തൊട്ട് ബാക്കിൽ. ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കണ്ടില്ലേ. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തത് സിൽക്കിൻ്റെ കണ്ടാണ് പോണത്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് സരോവരം പാർക്കിൻ്റെ ഫ്രണ്ടിലാട്ടോ. ഇതാ കാണുന്നത്, ഈ കാണുന്നത് സരോവരം പാർക്ക്, ഈ തോടിൻ്റെ അപ്പുറത്ത്. ഇതെല്ലാം നീരേക്കുള്ള തോടാട്ടോ. ഇപ്പോൾ കുറച്ച് വെള്ളം കമ്മിയുണ്ട്. ഇതിൻ്റെ അപ്പുറത്താണ് സരോവരം പാർക്ക്. നമ്മൾ സൂം ചെയ്ത് കാണിച്ചാൽ അല്ല, ആ ഇരിപ്പിടങ്ങളൊക്കെ അവിടെ ഇരിക്കാനുള്ളതാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകണില്ല, നമ്മൾ വീണ്ടും നടത്താൻ തുടങ്ങുകയാണ്. കുറേ നടക്കാണ്ട് കേട്ടോ. ഇനി അടുത്ത സിൽക്ക് കാണിച്ചാൽ ഇവിടെ മൊത്തം 3 ഫ്ലാറ്റാണ് അടുപ്പിച്ചിരിക്കുന്നത് അല്ലേ. ശരിക്കും ഒരു ബോംബെ പോയ ലുക്കില്ല. പാലത്തിൻ്റെ അവിടുന്ന് ആണ്ട് നല്ല തെളിയില്ല വെള്ളം. പക്ഷെ അവിടെ നിന്ന് കണ്ടില്ലേ ഫുള്ള് ആമ്പൽ നശിപ്പിച്ചേക്കണേ. ഇത് വേനൽക്കാലല്ല, ഫ്ലവറൊക്കെ ഉണ്ടാവും, പക്ഷെ ഫുള്ള് പോയിക്കണേ കണ്ടില്ലേ. ഇപ്പം ഞാനുള്ള സിൽക്കിന് നേരെ ഓപ്പോസിറ്റാട്ടാ. അപ്പോൾ ഈ കാണാണ് സിൽക്ക് കണ്ടില്ലേ, അടിപൊളി ടെക്സ്റ്റൈൽസില്ലേ. എത്ര 4-5 നില ഉള്ളു. നമ്മൾ പിന്നെയും വീണ്ടും നടത്താൻ തുടങ്ങിയിട്ടാണ്. അവിടെ നല്ല ചെടി വെട്ടണം, അതുകൂടി നമ്മൾ കാണിച്ചാൽ. ഇവിടെ നമ്മളവിടുത്തെ മാതിരില്ല, ചെടിയൊക്കെ നല്ല സൂപ്പറായി നോക്കുന്നുണ്ട്. അവിടുത്തെ ഒരു പഞ്ചായത്തിൻ്റെ പവർ ഉണ്ടാവില്ല. വേറെ ഞാൻ ഒരുപാട് സാധനം കാണിച്ചിട്ടാ. ഇവിടുത്തെ തോട്ടിൽ വെള്ളം കുറച്ച് കമ്മിയുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ. ഈ വെട്ടാൻ പോകുന്ന ചെടി കാണുന്ന ചെടികളാണ്. നമ്മളവിടെ ഉണ്ടാവും അല്ലേ. ഇതാണ് സിൽക്കിൻ്റെ ഫ്രണ്ട്. സിൽക്കിയുണ്ട്. ഞാനിവിടെ ചോറൊക്കെ വെച്ചിട്ടല്ല, അടിപൊളി ചോറ്, നാടൻ ഭക്ഷണം. അത് വായൻ്റെലിയിൽ പച്ചക്കറിയൊക്കെ എന്താ അടിപൊളി ടേസ്റ്റ്. ഒരു അയില പൊരിച്ചതും ചോറൊക്കെ നന്നാക്കി കഴിച്ച്. ഇവിടുത്തെ വെള്ളത്തിനും കച്ചറയില്ല കേട്ടോ, ഇവിടെയും കുഴപ്പമില്ലാത്ത വെള്ളമാണ്. ഇവിടുത്തെ വെള്ളവും കുഴപ്പമില്ല, അടിപൊളി. പടവ് കൊഴിഞ്ഞോളൂ ഉറപ്പേ. ഈ തോട് ഒരുപാട് ലോങ് ഉണ്ട്. അവിടെ ആണ്ട് നമ്മൾ നടന്നപ്പോൾ എന്താണ്ട് എത്തൂല, അതുകൊണ്ട് നമ്മൾ തോട് കാണിക്കാൻ നിർത്താൻ പോയിട്ടാ. ഈ കാണാൻ പാർക്കേജ് ഒരു ആപ്പ് ഓട്ടോറിക്ഷ മാത്രമുണ്ട്. ഈ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് ഇരിക്കണ്ട. അതിൻ്റെ ബാക്ക് കണ്ട് വലിയൊരു ഫ്ലാറ്റ് കേട്ടോ, മലബാർ ഗോൾഡിൻ്റെ ഫ്ലാറ്റാണ്. എം ഉണ്ട്, മലബാർ ഗോൾഡ് ഞാൻ കാണിച്ചില്ല അല്ലേ. എം മലബാർ ഗോൾഡ് ഓക്കെ. ഒറ്റ വണ്ടിയില്ല, എങ്ങനെ ഇത് മുതലാവും അല്ലേ. അപ്പോൾ ഈ കാണുന്ന ശരിക്കും പാർക്കേജിക്കുള്ള സ്ഥലം കേട്ടോ. ഇതൊക്കെ പാർക്ക് ചെയ്യാൻ, ഞാൻ പക്ഷേ തണുപ്പത്തേക്ക് പോയതാണ്. അപ്പോൾ ഈ കാണുന്ന സിൽക്കി
ഏതായാലും ഒരു സൈഡ് ഭാഗമാട്ടാ ഞാൻ ഫ്രണ്ടും കൂടി കാണിച്ചതാണ്.